ഇന്നത്തെ വചനധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. 1 രാജാക്കന്മാർ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിൻ്റെ മകനായ ഏലിശയെ കണ്ടെത്തി. അവൻ 12 ഏർ കാളയെ പൂട്ടി ഒഴിവിച്ചുകൊണ്ടിരുന്നു. 12-ാമത്തോതിനോടുകൂടെ താൻ തന്നെ ആയിരുന്നു. ഏലിയാവ് അവൻ്റെ അരികെ ചെന്ന് തൻ്റെ പുതപ്പ് അവൻ്റെ മേലിട്ടു. അവൻ കാളയെ വിട്ട് ഏലിയാവിൻ്റെ പിന്നാലെ ഓടി. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും ചുംബിച്ചു കൊള്ളട്ടെ, അതിൻ്റെ ശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാം എന്ന് പറഞ്ഞു. അതിന് അവൻ, പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്തു ചെയ്തിരിക്കുന്നു എന്നോർക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവനെ വിട്ട് ചെന്ന് ഒരു ഏർ കാളയെ പിടിച്ച് അറുത്ത് കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്തു ജനത്തിന് കൊടുത്തു. അവർ തിന്നു. പിന്നെ അവൻ എഴുന്നേറ്റ് ഏലിയാവിൻ്റെ പിന്നാലെ ചെന്ന് അവന് ശുശ്രൂഷകനായി തീർന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. അഭിവന്യ തോമസ് മാർ തിമത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനി, അഭിവന്യ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ തിരുമേനി, ബഹുമാനപ്പെട്ട വികാരി ജനറൽ അച്ഛന്മാരെ, ബഹുമാനമുള്ള പട്ടക്കാരെ, ഇന്ന് ഈ പാവനമായ ശമ്മാശ പട്ടംകൊട ശുശ്രൂഷയിലൂടെ പട്ടത്ത സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന ശ്രീ സന്ദീപ് പോൾ രാജ്, ശ്രീ ഗോഡ്വിൻ എം വർഗീസ്, ശ്രീ സന്ദേശ് ജേക്കബ് തോമസ്, ശ്രീ ലിൻഡോ ലാലച്ചൻ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന പ്രിയമുള്ളവരെ, ഏവർക്കും സ്നേഹ വന്ദനം. അത്യന്തം പ്രാധാന്യമുള്ള ഈ നിയോഗ ശുശ്രൂഷയിൽ ദൈവവചനം പങ്കുവയ്ക്കുവാൻ അനുവാദം നൽകി നിയോഗിച്ച പ്രിയപ്പെട്ട തിമത്തിയോസ് തിരുമേനിയോട് പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കട്ടെ. സെറാഫീം തിരുമേനിയുടെ സാന്നിധ്യം ഏറെ സന്തോഷകരമാണ്. മാർത്തോമാ തിയോളജിക്കൽ സെമിനാരിയിൽ ഞങ്ങളുടെ വിദ്യാർത്ഥികളായി BD പഠനം പൂർത്തീകരിച്ച സന്ദീപ് പോൾ രാജ്, ലിൻഡോ ലാലച്ചൻ, ധർമ്മജ്യോതി വിദ്യാപീഠിൽ നിന്നും BD പഠനം പൂർത്തീകരിച്ച പ്രിയ ഗോഡ്വിൻ, പ്രിയ സന്ദേശ് എന്നിവർ ഇന്ന് ഈ വിശുദ്ധ കൂദാശയിലൂടെ സഹോദരന്മാരുടെ ഗണത്തിൽ നിന്നും ശമ്മാശ സ്ഥാനത്തേക്ക് വിളിച്ച് അടുപ്പിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അവരെടുത്ത തീരുമാനങ്ങളെയും അവരുടെ അധ്വാനങ്ങളെയും ദൈവം മാനിച്ച് ഇന്ന് അതിനായി അവരെ ഒരുക്കുകയാണ്. അവരുടെ ജീവിത വഴികളിൽ മാർഗദർശകങ്ങളായി അവരെ നയിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് അവരുടെ മാതാപിതാക്കൾ, മേൽപ്പട്ടക്കാർ, ഇടവക പട്ടക്കാർ, സുവിശേഷകർ, വിവിധ തലങ്ങളിൽ അവരുടെ അധ്യാപകരായിരുന്നവർ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ശമാശ സ്ഥാനത്തേക്ക് ഈ പ്രിയപ്പെട്ടവർ ഇന്ന് പ്രവേശിക്കുമ്പോൾ പൂർണ്ണ സമർപ്പണത്തോടെ, അതീവ ഗൗരവത്തോടെ, അത്യന്തം വിനയത്തോടെ അതിലേക്ക് പ്രവേശിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ടവർക്ക് നേരുകയാണ്. നിക്കോസ് കസാന്തസാക്കിസിൻ്റെ റിപ്പോർട്ട് ടു ഗ്രീക്കോ എന്ന കൃതിയിൽ ഫാദർ യാനിസ് ഒരു പ്രധാന കഥാപാത്രമാണ്. കഥാകാരൻ്റെ ബാല്യകാല പുരോഹിതനായും ആത്മീയ മാർഗദർശനത്തിൻ്റെ ഉറവിടമായും ആ പട്ടക്കാരനെ ചിത്രീകരിച്ചിരിക്കുന്നു. ഫാദർ യാനിസ് തൻ്റെ ഗ്രാമത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഏറ്റവും സാധാരണമായ ജോലികൾ പോലും കൃപയാൽ സ്പർശിക്കപ്പെട്ടതായി ഗ്രാമവാസികൾ ശ്രദ്ധിച്ചു. മന്ദഗതിയിലുള്ള അദ്ദേഹത്തിൻ്റെ കൈകൾ രോഗികളുടെ മേൽ കുരിശിൻ്റെ അടയാളമായി മാറി. അദ്ദേഹത്തിൻ്റെ പരുക്കൻ ശബ്ദം വയലിൽ സങ്കീർത്തനങ്ങൾ ആലപിച്ചു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ സുഗന്ധം ആ ഗ്രാമത്തിൽ മുഴുവൻ നിറയുന്നതായിരുന്നു. ഒരു വസന്തകാല സായാഹ്നത്തിൽ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു, പിതാവേ, ജീവിതം മുഴുവൻ നിങ്ങൾ ഇവിടെ താമസിച്ചത് എന്തുകൊണ്ടാണ്? മറ്റെന്തെല്ലാം സാധ്യതകൾ ഉണ്ടായിരുന്നു? ഫാദർ യാനിസ് അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, കാരണം എൻ്റെ ഇടവക കൽഭിത്തികളോ
സ്വർണം പൂശിയ ഐക്കണുകളോ അല്ല. അദ്ദേഹം വയലുകളിലേക്കും പർവ്വതങ്ങളിലേക്കും ചിതറിക്കിടക്കുന്ന വീടുകളിലേക്കും വിരൽ ചൂണ്ടി പറഞ്ഞു, ഇത് ഈ ആത്മാക്കളാൽ നിർമ്മിച്ചതാണ്, അവരെ സേവിക്കുക എന്നുള്ളതാണ് എൻ്റെ നിയമനം. ഒരു ശൈത്യകാലത്ത് അദ്ദേഹം മരിച്ചപ്പോൾ ഗ്രാമം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ശവപ്പെട്ടിയെ പിന്തുടർന്ന് മഞ്ഞിലൂടെ നഗ്നപാതരായി നടന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു പുരോഹിതനെ അടക്കം ചെയ്തില്ല, എന്നാൽ ഈ ഗ്രാമത്തിൻ്റെ ഹൃദയത്തെയാണ് അടക്കം ചെയ്തത്. We did not just bury a priest, we buried the heart of the village. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിൽ 19 മുതൽ 21 വരെയുള്ള വേദഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ വേദഭാഗത്തിൽ ജീവിതത്തിൽ ദൗത്യം പരാജയപ്പെട്ടോ എന്ന ചിന്തയിൽ മരണത്തെ ആഗ്രഹിച്ച് മരുഭൂമിയിൽ അലഞ്ഞ ഏലിയാവിനോട് ഹോരേബ് പർവ്വതത്തിൽ വച്ച് ദൈവം ഒരു മൃദുസ്വരത്തിൽ ഇടപെട്ട് ശക്തിപ്പെടുത്തി അയക്കുമ്പോൾ കൊടുത്ത നിയോഗമായിരുന്നു തൻ്റെ പിൻഗാമിയായി ഏലിശയെ അഭിഷേകം ചെയ്യണം എന്നത്. അങ്ങനെ പുറപ്പെട്ട് ശഫാത്തിൻ്റെ മകനായ ഏലിശയെ കണ്ടെത്തുകയാണ്. ഏലിയാവ് ഏലിശയെ കണ്ടെത്തുന്നത് ഇപ്പോൾ ഏലിശ ചെയ്തുകൊണ്ടിരിക്കുന്ന തൻ്റെ ജോലിയുടെ മധ്യത്തിലാണ്. 12 ഏർക്കാളയുമായി നിലം ഉഴുകയാണ്. അതിൽ 12ാമത്തെ ജോഡിയെ തെളിച്ചിരുന്നത് അദ്ദേഹം തന്നെയാണ്. അവിടെ വച്ചാണ് ഏലിയാവ് പ്രവാചക ശുശ്രൂഷയിൽ തൻ്റെ പിൻഗാമിയാവുക എന്ന വലിയ നിയോഗം നൽകുന്നത്. ഈ നിയോഗം നൽകുന്നത് ഒരു വാക്കുപോലും ഉച്ചരിക്കാതെയാണ്. എന്നാൽ തൻ്റെ പുതപ്പ് ഏലിശയുടെ മേൽ ഇട്ടുകൊടുത്തിട്ട് അവിടെ നിന്ന് യാത്രയായി. ഈ നിയോഗ ശുശ്രൂഷയിലെ എൻ്റെ സന്ദേശത്തിന് ഞാൻ നൽകുന്ന തലക്കെട്ട് നിയോഗത്തിൻ്റെ പുതപ്പ് എന്നാണ്. എ മാൻഡിൽ ഓഫ് കമ്മീഷൻ. എബ്രായ ഭാഷയിൽ പുതപ്പ് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അത് മഹത്വം എന്നാണ്. അതിനാൽ മഹത്തായ നിയോഗം എന്ന് വേണമെങ്കിലും തലക്കെട്ട് നൽകാം. എ കമ്മീഷൻ ഓഫ് ഗ്ലോറി. ഈ പുതപ്പ് എന്നത് ഒരു നിയോഗ കൈമാറ്റത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇത് ആത്മീക ശക്തിയുടെ ഒരു പ്രതീകമാണ്. അണിയുന്ന അങ്കിയോ പുതപ്പോ കൈമാറുന്നത് ഒരു ഓഫീസ് കൈമാറ്റത്തിൻ്റെ സൂചനയാണ്. ഏലിയാവ് ഏലിശയ്ക്ക് പ്രവാചക ശുശ്രൂഷയ്ക്കുള്ള ഈ നിയോഗം നൽകുമ്പോൾ അത് സ്വീകരിക്കാതിരിക്കാനുള്ള എല്ലാ കാരണങ്ങളും ഏലീശായുടെ മുൻപിൽ ഉണ്ടായിരുന്നു. പ്രവാചക ശുശ്രൂഷ നിർവഹിക്കാൻ ഒട്ടും അനുകൂലമായ സാഹചര്യം ആയിരുന്നില്ല. ഏലിയാവ് വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചിട്ടും ഇസ്രായേൽ മക്കൾ ഉടമ്പടി ലംഘനം നടത്തി ദൈവത്തിൽ നിന്നും അകന്ന് യാഗപീഠങ്ങളെ ഇടിച്ചു നിരത്തിക്കളഞ്ഞിരിക്കുന്നു. അനേക പ്രവാചകരെ നിഗ്രഹിച്ച ഇസബെൽ രാജ്ഞി ജീവനെ എടുത്തുകളയുമെന്ന് പറഞ്ഞപ്പോൾ ജീവനും കൊണ്ട് ഓടിപ്പോയതാണ് ഏലിയാവ്. പ്രവാചക ശുശ്രൂഷ നിർവഹിക്കാൻ ഒട്ടും അനുകൂല സാഹചര്യമല്ല. ഏലിശയുടെ ഇപ്പോഴത്തെ ജോലി കാർഷിക വൃത്തിയാണ് എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 12 ഏർക്കാളയെ കൂട്ടി നിലം ഉഴണം എങ്കിൽ അദ്ദേഹം ഒരു വലിയ നിലത്തിൻ്റെ ഉടമയാണ്. സാമ്പത്തികമായി വളരെ ഉയർന്ന വരുമാനം നൽകുന്ന ഒരു കൃഷിയിടത്തിൻ്റെ ഉടമയാണ്. ഒരുപക്ഷെ മറ്റ് ഏത് തൊഴിൽ സ്വീകരിക്കുന്നതിൽ നിന്നും പിൻവാങ്ങാവുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ മുൻപിലുണ്ട്. തൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ നന്നായി സ്നേഹിക്കുന്ന ഒരു കുടുംബം അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഏലിയാവ് നൽകിയ നിയോഗം സ്വീകരിക്കാൻ തയ്യാറായപ്പോഴും തൻ്റെ മാതാപിതാക്കളെ ചുംബിച്ച് യാത്ര പറയണമെന്ന ആഗ്രഹം ഈ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വരുന്നതാണ്. ഇത്രയും സ്നേഹമുള്ള ഒരു കുടുംബം ഒരു തടസ്സമാകാമായിരുന്നു. തൻ്റെ ജോലിയിൽ വളരെ ആത്മാർത്ഥതയോടെ തുടരുന്ന സമയത്താണ് പുതപ്പ് ഒരു നിയോഗമായി ഏലിശയുടെ മേൽ പതിക്കുന്നത്. ഏലിശ താൻ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ എത്രത്തോളം വിശ്വസ്തനാണ്, അതിനോട് എത്രത്തോളം സമർപ്പണമുള്ളതാണെന്ന് വെളിപ്പെടുത്തുന്നതാണിത്. അതിൽ 12ാമത്തെ ജോഡിയെ തെളിച്ചിരുന്നതും ഏലിശ തന്നെയായിരുന്നു. ഒരുപക്ഷേ കൃഷിയിടത്തിൽ ഒരു മേലധികാരിയുടെ ചുമതലയിൽ കാര്യങ്ങൾ നോക്കി നടത്തിയാൽ മതി എന്ന സാഹചര്യത്തിലാണ് കൃഷിയിടത്തിൽ ഒരു തൊഴിലാളിയായി തൻ്റെ സമർപ്പണം തെളിയിക്കുന്നത്. ഏലിയാവിൻ്റെ പുതപ്പ് ഒരു നിയോഗമായി ഏലീശയുടെ മേൽ പതിക്കുമ്പോൾ
അത് നിരസിക്കാൻ ഈ കാരണങ്ങളൊക്കെ മതിയായതായിരുന്നു. എന്നാൽ അതിനെയെല്ലാം മറികടന്ന് ഈ നിയോഗത്തെ ഏലിശ സ്വീകരിക്കുകയാണ്. ഈ നിയോഗം സ്വീകരിക്കാനും ഏലിയാവിൻ്റെ പിൻഗാമിയായി പ്രവാചക ശുശ്രൂഷ ചെയ്യാനും തീരുമാനിക്കുന്ന ഈ വേദഭാഗം ഈ കാലഘട്ടത്തിലെ നിയോഗങ്ങളെക്കുറിച്ചും ചില സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഒന്ന്, ഈ നിയോഗം ആത്മാർത്ഥമായ ഒരു പ്രതികരണം ആവശ്യപ്പെടുന്നു. ദിസ് കമ്മീഷൻ ഡിമാൻഡ്സ് ആൻ ഏർണസ്റ്റ് റെസ്പോൺസ്. തൻ്റെ മേൽ പുതപ്പ് ഇട്ടിട്ട് അവിടെ നിന്നും ഏലിയാവ് മറയുകയാണ്. അങ്ങനെ യാത്രയായ ഏലിയാവിൻ്റെ പിന്നാലെ പോകാൻ ഏലിശ ഓടി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കൃഷിയിടത്തിൻ്റെ സാവധാനതയിൽ നിന്നും നിലമുഴുതു മറിക്കുന്ന താളത്തിൽ നിന്നും ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക്, താളക്രമത്തിലേക്കുള്ള മാറ്റമാണിത്. ഓടുക എന്ന എബ്രായ ഭാഷയിലുള്ള വാക്കിൻ്റെ അർത്ഥം റൺ ക്വിക്ക്ലി, പെട്ടെന്ന് ഓടുക. റൺ ലൈക്ക് എ ഹോഴ്സ്, ഒരു കുതിരയെ പോലെ ഓടുക. ഡൂയിങ് ഇറ്റ് വിത്ത് ഏണസ്റ്റ്നെസ്, ചെയ്യുന്നത് ആത്മാർത്ഥതയോടെ ചെയ്യുക. ഇതെല്ലാം ഈ വാക്കിൻ്റെ അർത്ഥമാണ്. നിയോഗം സ്വീകരിച്ചുകൊണ്ടുള്ള ഈ ഓട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. താൻ പൂർണ്ണ സമർപ്പണത്തോടെ ആത്മാർത്ഥതയോടെ ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയിൽ നിന്നും ഇപ്പോൾ ഏറ്റെടുക്കുന്ന പുതിയ നിയോഗത്തിലേക്ക് കടക്കുമ്പോൾ അനിവാര്യമായത് ഏലിശ ചെയ്യുകയാണ്. ഒരുപക്ഷെ ഏലിയാവിൻ്റെ തീക്ഷ്ണമായ പ്രവാചക ശൈലിയോടെ ഒപ്പമെത്താൻ ഈ ഓട്ടം അനിവാര്യമായിരിക്കാം. തൻ്റെ നിയോഗത്തോട് 100% ആത്മാർത്ഥത പുലർത്തിയ ഏലിയാവിൻ്റെ പാത പിന്തുടരാൻ ഈ ഓട്ടം ഒഴിച്ചുകൂടാൻ കഴിയാത്തതാവാം. തൻ്റെ നിയോഗത്തിൽ പരാജയപ്പെടുന്നുവെന്ന് തോന്നിയപ്പോഴും, ഇനി ജീവിക്കേണ്ട എന്ന വിലയിരുത്തത്തിൽ എത്തിയപ്പോഴും അവിടെ നിന്നും ദൈവീക ഇടപെടൽ സ്വീകരിച്ച് ഈ നിയോഗം ഏറ്റെടുത്തപ്പോഴും ഏലിയാവിൽ ദൃശ്യമായ ധൈര്യത്തോടൊപ്പമെത്താൻ ഈ ഓട്ടം അനിവാര്യമായിരുന്നു. 18-ാം അധ്യായത്തിൽ കർമ്മൽ പർവ്വതത്തിൽ ദൈവത്തിൻ്റെ പ്രവാചകനായി മറ്റ് എതിർപ്പുകളുടെ മധ്യത്തിൽ നിന്നപ്പോൾ വിളങ്ങിയ ദൗത്യ ശുഷ്കാന്തിയോടൊപ്പം എത്താൻ ഈ ഓട്ടം അനിവാര്യമായിരുന്നു. വിളിയും നിയോഗവുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ ഈ ഭാഗം നൽകുന്നുണ്ട്. എല്ലാ വിളിയോടുമുള്ള പ്രതികരണം ഇങ്ങനെയാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഇവിടെ ഉടനടിയുള്ള ഒരു പ്രതികരണം നാം കാണുകയാണ്. അൻ ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. ദൈവത്തിൻ്റെ വിളി വരുമ്പോൾ എലീശ എല്ലാം ഉപേക്ഷിക്കുന്നു. കൂടുതൽ കഠിനവും അനിശ്ചിതവുമായ ഒരു പ്രവാചക പാത പിന്തുടരാൻ അവൻ സ്ഥിരതയുള്ളതും സമൃദ്ധവുമായ ഒരു ജീവിതത്തെ ഉപേക്ഷിക്കുകയാണ്. ഒരു പൂർണ്ണ സമർപ്പണം ഇതിൽ നിന്നും നമുക്ക് ദർശിക്കാം. യേശു കർത്താവ് വിഭാവനം ചെയ്ത ശിഷ്യത്വത്തിൻ്റെ മുൻനിഴൽ ഇവിടെ നമുക്ക് കാണാം. യേശു തൻ്റെ പിന്നാലെ വരൂ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് ശിഷ്യരോട് പറഞ്ഞപ്പോൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. ദൈവിക നിയോഗം സ്വീകരിച്ച് കർത്താവിൻ്റെ പാത പിന്തുടരുന്നതിൻ്റെ വിലയും നിർണായകതയും ഇതെടുത്തു കാണിക്കുകയാണ്. ഏലിശ തൻ്റെ കാളകളെ ഉപേക്ഷിച്ച് ഏലിയാവിൻ്റെ പിന്നാലെ ഓടുന്നത് വിളിയോടുള്ള ആത്മാർത്ഥമായ അനുസരണത്തിൻ്റെ ഒരു വ്യക്തമായ ചിത്രമാണ്. ദൈവം പലപ്പോഴും തൻ്റെ ശുശ്രൂഷകരിൽ നിന്നും ആവശ്യപ്പെടുന്നതും ഈ പ്രതിബദ്ധതയുടെ അടിയന്തിരതയും പൂർണ്ണതയും എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. 2, ഈ വിളികൾക്കിടയിൽ യഥാർത്ഥ വിളികൾ കണ്ടെത്താനാണ് നിയോഗം. മറ്റ് വിളികൾക്കിടയിൽ യഥാർത്ഥമായ വിളി കണ്ടെത്താനാണ് നിയോഗം. This commission is to discern the true calling among other callings. ഈ നിയോഗം സ്വീകരിച്ച് ഏലിയാവിൻ്റെ പിന്നാലെ ഓടിയ എലീശ മറ്റൊരു വിളിയുടെ സ്വാധീനത്തിൽ ഏലിയാവോട് ഇപ്രകാരം ചോദിക്കുകയാണ്: തൻ്റെ മാതാപിതാക്കളെ ചുംബിച്ച് മടങ്ങി വരണം. എന്നാൽ ഈ ചോദ്യം തെറ്റാണെന്നോ ഈ ചോദ്യം ചോദിച്ചത് ശരിയായില്ല എന്നോ ഏലിയാവ് പറയുന്നില്ല. എന്നാൽ ഏലിയാവ് പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കേണ്ടതാണ്. വാക്യം 19 നാം ഇങ്ങനെ വായിക്കുന്നു: അതിന് അവൻ പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്നോർക്ക എന്ന് പറഞ്ഞു. ഈ നിയോഗത്തിലും നിന്റെ വിളിയെ തടസ്സപ്പെടുത്താവുന്ന അനവധി വിളികളുണ്ട് എന്നുള്ള നല്ല തിരിച്ചറിവ് ഈ വേദഭാഗം നൽകുകയാണ്. നമ്മുടെ നിയോഗത്തെ നിരന്തരമായി ഓർമ്മിക്കണമെന്ന് ഏലിയാവ് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന എബ്രായ ഭാഷയിൽ പോയി വരിക എന്നതിൻ്റെ അർത്ഥം
പോയി മടങ്ങി വരിക എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ മാനസാന്തരത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് മടങ്ങി വരവ് എന്നത്. ഈ നിയോഗത്തിൻ്റെ നടുവിലും നിയോഗത്തിലൂടെ ലഭിക്കുന്ന യഥാർത്ഥമായ വിളിക്ക് നടുവിലും മറ്റു വിളികൾ നമ്മെ പിന്തുടരുന്നുണ്ട് എന്ന നല്ല ബോധ്യം നമുക്കുണ്ടാവണം. ജോർജിയോ അഗമ്പൻ എന്ന് പറയുന്ന തത്വചിന്തകൻ യഥാർത്ഥ വിളി മറ്റു വിളികളെ ചോദ്യം ചെയ്യാനുള്ള വിളിയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദിസ് കോൾ ഈസ് ടു ഇൻറ്ററോഗേറ്റ് അതർ കോൾസ്. മറ്റു വിളികളെ ചോദ്യം ചെയ്യാനാണ് ഈ വിളി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള മടങ്ങി വരവിൽ നമ്മുടെ മറ്റു പല കൂറുകളും നമ്മെ പിന്നോട്ട് വലിക്കാൻ സാധ്യതയുണ്ട്. This is also to recognize and burn the bridges to other loyalties. ഈ നിയോഗത്തിൻ്റെ നടുവിലും അതിൽ നിന്ന് നമ്മെ പിറകോട്ട് വലിക്കുന്ന മറ്റ് കൂറുകളിലേക്കുള്ള പാലങ്ങളെ നാം ചുട്ടരിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഏലിശ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഏലിശ താൻ നിലമുഴാൻ ഉപയോഗിച്ചിരുന്ന നുകവും അതിലെ കാളകളെയും എന്നേക്കും ഉപേക്ഷിക്കുക മാത്രമല്ല, ഇനി ഒരിക്കലും തൻ്റെ മുൻപോട്ടുള്ള ഈ നിയോഗത്തിലെ ഗമനത്തെ തടസ്സപ്പെടുത്താതിരിക്കാൻ അതിനെ ചുട്ടരിക്കുന്നതായി നാം വായിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് സ്പാനിഷ് പര്യവേഷകനായ ഹെർനാൻ കോർട്ടസ് ഒരു ചെറിയ സൈന്യവുമായി മെക്സിക്കോയുടെ തീരത്ത് ഇറങ്ങി. അവരുടെ ദൗത്യം അസാധ്യമാണെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അവർക്ക് മനസ്സിലായി. പിൻവാങ്ങിപ്പോകാനുള്ള പരീക്ഷണം എപ്പോഴും സംഭവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കോർട്ടസ് ഇനി ഒരിക്കലും ആ പരീക്ഷണം ഉണ്ടാവാതെ ഇരിക്കാൻ തങ്ങളെ അവിടെ എത്തിച്ച കപ്പലുകളെ ചുട്ടരിച്ചു കളയുകയാണ്. ഇനി പിന്നോട്ട് പോകാനാവില്ല. മുന്നോട്ടുള്ള വഴി മാത്രമായിരുന്നു ആശ്രയം. തിരിച്ചു പോകാനും വഴിമാറിപ്പോകാനും മനസ്സുമടുത്തു പോകാനും കുറുക്കു വഴികൾ കണ്ടെത്താനുമുള്ള വിളികൾ നമ്മോടൊപ്പമുണ്ട്. ആ വിളികളെ ചോദ്യം ചെയ്ത് യഥാർത്ഥ വഴിയിലേക്ക് തിരികെ വരാനുള്ള ആർജവം ഈ നിയോഗം ആവശ്യപ്പെടുന്നുണ്ട്. അധികാരത്തിൻ്റെ വിളികൾ, സമ്പത്തിനോടുള്ള കൂറ്, ആഡംബരത്തോടുള്ള അഭിനിവേശം, അലസതയുടെ വഴികളിലേക്കുള്ള പ്രലോഭനങ്ങൾ, കീഴടക്കാനും കീഴ്പ്പെടുത്താനുമുള്ള വിളികൾ, സുഖഭോഗങ്ങളോടുള്ള ആസക്തികൾ, ഇതെല്ലാം യഥാർത്ഥ വിളിയിൽ നിന്നും നിയോഗത്തിൽ നിന്നും പിന്മാറാനുള്ള വിളികളാണ്. ആ വിളികളെ കണ്ടെത്തി യഥാർത്ഥ വിളിയോട് പക്ഷം ചേർന്ന് പോകാൻ ഈ നിയോഗം ഈ വേദഭാഗത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. 3, ഈ നിയോഗം ശുശ്രൂഷ ചെയ്യാനുള്ളതാണ്. ദിസ് കമ്മീഷൻ ഈസ് ടു സെർവ്. 21-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നു: പിന്നെ അവൻ എഴുന്നേറ്റ് ഏലിയാവിൻ്റെ പിന്നാലെ ചെന്ന് അവന് ശുശ്രൂഷകനായി തീർന്നു. ഏലിശയുടെ മടങ്ങിവരവ് ശുശ്രൂഷ ചെയ്യാനായിട്ടാണ്. ശുശ്രൂഷ എന്ന വാക്ക് ഈ വേദഭാഗത്തിൽ വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ട ഒന്നാണ്. എബ്രായ ഭാഷയിൽ ഈ വാക്കിന് പല അർത്ഥതലങ്ങളുണ്ട്. സെർവ് ലൈക്ക് എൻ അസിസ്റ്റൻ്റ്, ഒരു സഹായിയെ പോലെ ശുശ്രൂഷ ചെയ്യുക. സെർവ് ലൈക്ക് എ പ്രീസ്റ്റ്, ഒരു പുരോഹിതനെ പോലെ ശുശ്രൂഷ ചെയ്യുക. സർവീസ് ഇൻ വർഷിപ്പ്, ആരാധനയിലെ ശുശ്രൂഷ. സെർവ് ഇൻ ഡൊമസ്റ്റിക് സർവീസസ്, മേശമേലുള്ള ഗാർഹികമായ ശുശ്രൂഷകൾ. ഇതെല്ലാം ഈ വാക്കിൻ്റെ അർത്ഥതലങ്ങളാണ്. ഏലിയാവിൻ്റെ പിൻഗാമിയായപ്പോൾ ഈ ശുശ്രൂഷകളെല്ലാം ചെയ്യാൻ സമർപ്പിതനായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏലിശ ഏകദേശം 50 വർഷമാണ് പ്രവാചക ശുശ്രൂഷ നിർവഹിച്ചത്. ആ ജീവിതത്തിലുടനീളം ഈ നിയോഗത്തിലെ അന്തസത്തയിൽ നിന്നും മാറിപ്പോയില്ല. 2 രാജാക്കന്മാർ 3-ാം അധ്യായം 11-ൽ ഏലിശ ഏലിയാവിന് വ്യക്തിപരമായി ചെയ്ത ശുശ്രൂഷകൾ നാം വായിക്കുന്നുണ്ട്. അവൻ ഏലിയാവിൻ്റെ വ്യക്തിപരമായ പരിചാരകനായി ഒരു ദാസനെ പോലെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റി. ഏലിശ ഗിൽഗാലിൽ നിന്നും ബേഥേലിലേക്കും എരിഹോയിലേക്കും ഒടുവിൽ യോർദാനിലേക്കും ഏലിയാവിനെ അനുഗമിച്ചു പോകുന്നതായി നാം വായിക്കുന്നുണ്ട്. തൻ്റെ യജമാനനെ വിടാതെ പിന്തുടർന്ന ഏലിശയുടെ ജീവിതത്തിലുടനീളം മറ്റുള്ളവർക്ക് ഉള്ള സേവന പ്രവൃത്തികളാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് വായിച്ചറിയാനായി സാധിക്കും. ഏലിശായുടെ ശുശ്രൂഷ വെറും വാക്കുകളല്ല, അത് പ്രായോഗികമാണ്. എരിഹോവിലെ മോശം ജലവിതരണ സംവിധാനം ശുദ്ധീകരിക്കുന്നതിലൂടെ, വിധവയുടെ പുത്രന്മാരെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കുന്നതിലൂടെ, ശൂനേങ്കാരിയുടെ പ്രതിസന്ധിയിൽ അവളോടൊപ്പം നിന്നതിലൂടെ, വിഷം കലർന്ന പായസം ശുദ്ധമാക്കി ആഹാരത്തിന് പാകമാക്കിയതിലൂടെ, ശത്രുക്കളെപ്പോലും സേവിക്കുന്നതിന് മടി കാണിക്കാത്ത, നിരന്തരം അത്
ചെയ്തതിലൂടെ തൻ്റെ ശുശ്രൂഷയുടെ മേഖലകൾ ഏലിശ വെളിപ്പെടുത്തുകയാണ്. നാടകീയമായ ഏറ്റുമുട്ടലുകളിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടിരുന്ന ഏലിയാവിൽ നിന്നും വ്യത്യസ്തനായി ഏലിശ ശുശ്രൂഷയിൽ സ്ഥിരമായിരുന്നു. പലപ്പോഴും തിരശ്ശീലയ്ക്ക് പിന്നിൽ ആവശ്യങ്ങൾ നിറവേറ്റി അത്ഭുതങ്ങൾ ചെയ്തു, ഉപദേശങ്ങൾ നൽകി. അദ്ദേഹം ഒരു ദൈവ പുരുഷൻ എന്നറിയപ്പെടാൻ ഈ ശുശ്രൂഷയുടെ പാത അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. നിയോഗത്തിൻ്റെ വെളിച്ചം കെട്ടുപോകാതെ 50 വർഷക്കാലം ശുശ്രൂഷയുടെ പ്രവാചക ശുശ്രൂഷ അദ്ദേഹം നിർവഹിക്കുകയായിരുന്നു. മാർത്തോമാ സെമിനാരിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സുഹൃത്തിൻ്റെ സാക്ഷ്യം അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ ഞാനിവിടെ പങ്കുവയ്ക്കട്ടെ. നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു അദ്ദേഹം. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ കുടുംബം സുവിശേഷം കേട്ട് കർത്താവിനെ അറിയാൻ ഇടയായത്. അങ്ങനെ കർത്താവിനെ അറിയാൻ ഇടയായപ്പോൾ ഞായറാഴ്ചകളിൽ ഒരു ആരാധനയിൽ സംബന്ധിക്കണം എന്ന വലിയ ആഗ്രഹം ആ കുടുംബത്തിനുണ്ടായി. അങ്ങനെ അടുത്തുള്ള പള്ളിയിൽ ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്കായി പോയി. ആദ്യത്തെ ഞായറാഴ്ച ആരും അവരെ പരിഗണിച്ചില്ല. അടുത്ത ഞായറാഴ്ച വീണ്ടും ചെന്നപ്പോൾ ഈ കുടുംബം കയറി വരുന്നത് കണ്ട് ആ പള്ളിയിലെ അംഗങ്ങൾ മാറി മാറിപ്പോയി. അവിടെയുള്ള പട്ടക്കാരനെ കാണാൻ ശ്രമിച്ചു, എന്നാൽ അതിനും അവസരം കിട്ടിയില്ല. അങ്ങനെ വളരെ നിരാശയോടെ അവിടെ നിന്നും മടങ്ങിപ്പോകാൻ തീരുമാനിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് അടുത്തുള്ള മാർത്തോമ പള്ളിയുടെ ബോർഡ് കാണുന്നത്. അവിടെ കൂടെ കയറിയിട്ട് പോകാം എന്ന പിതാവ് പറഞ്ഞു. അങ്ങനെ മാർത്തോമ പള്ളിയുടെ ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സുവിശേഷകൻ ഓടി വന്ന് അവരെ ചേർത്ത് പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോയി. അന്ന് തുടങ്ങിയതാണ് ആ കുടുംബത്തിൻ്റെ മാർത്തോമ സഭയുമായുള്ള ബന്ധം. ഇന്ന് ആ കുടുംബത്തിലെ ഒരംഗം ഉന്നത വിദ്യാഭ്യാസം നേടിയതിന് ശേഷം സെമിനാരിയിൽ പഠിക്കുകയാണ്. ഒരുപക്ഷെ ആ മാർത്തോമ പള്ളിയും കൂടെ അവരെ ഒഴിവാക്കിയിരുന്നെങ്കിൽ അവർ എന്നേക്കുമായി സുവിശേഷത്തോട് വിട പറഞ്ഞു പോകുമായിരുന്നു. സഭയുടെ ശുശ്രൂഷയിൽ സഭ പൂർണ്ണമാകുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുമ്പോഴാണ്. മിനിസ്ട്രി ഓഫ് ദ ചർച്ച് ഈസ് ടു ഇൻക്ലൂഡ് എവ്രിവൺ ആൻഡ് നോട്ട് ടു എക്സ്ക്ലൂഡ് എനിവൺ. ശുശ്രൂഷ എല്ലാ വരമ്പുകൾക്കും അപ്പുറം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതാണ്. ശുശ്രൂഷ ഉൾക്കൊള്ളലിൻ്റെതാണ്, പുറത്താക്കലിൻ്റെതല്ല. ശുശ്രൂഷ ചേർത്ത് പിടിക്കലിൻ്റെതാണ്, അകറ്റിക്കളയുന്നതല്ല. ശുശ്രൂഷ സമൂഹം നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന ജാതി, വർണ്ണ, ലിംഗ, വർഗ വ്യത്യാസങ്ങളെ മറികടക്കലാണ്, അതിനോട് സമരസപ്പെടുന്നതല്ല. പ്രിയ സഹോദരങ്ങളെ, ഷെമ്മാശ് എന്ന പദം എബ്രായ ഭാഷയിലും സുറിയാനി ഭാഷയിലും അടയാളപ്പെടുത്തുന്നത് ശുശ്രൂഷ എന്നാണ്. നമ്മുടെ സഭയിൽ പട്ടത്വത്തിൻ്റെ അടിസ്ഥാനം ഷെമ്മാശ നിയോഗമാണ്. അതൊരിക്കലും നീങ്ങിപ്പോകാത്തതുമാണ്. ഇന്ന് നമ്മുടെ സഭ അഭിമന്യ തിരുമേനിയുടെ കൈകളാൽ ഈ നിയോഗത്തിൻ്റെ പുതപ്പ് നിങ്ങളുടെ മേലിടുകയാണ്. ഇത് അത്യന്തം ഗൗരവത്തോടും വിനയത്തോടും ആത്മാർത്ഥതയോടും കൂടെ സ്വീകരിക്കണം. ഈ നിയോഗം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത് വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. വിളിയോടും നിയോഗത്തോടുമുള്ള ആത്മാർത്ഥമായ ഒരു പ്രതികരണം, അനേണസ്റ്റ് റെസ്പോൺസ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ യഥാർത്ഥ വിളിയിൽ നിന്നും നമ്മെ പിന്മാറ്റാവുന്ന അനവധി വിളികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നോർത്തുകൊള്ളണം. ഡിസേൺ ആൻഡ് ഫോളോ the right calling among other calls. This call and commission is to interrogate other calls. ഈ നിയോഗം ശുശ്രൂഷയ്ക്കുള്ളതാണ്. അതിൽ നിന്നും നമ്മെ മുടക്കിക്കളയാൻ സാധ്യതയുള്ള എല്ലാറ്റിനെയും മറികടന്ന് പോകാൻ നമുക്ക് കഴിയണം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങളിൽ ഇത്തരം പുതപ്പുകൾ നമ്മുടെ മേൽ വീണിട്ടുണ്ട്. എന്നാൽ ആ പുതപ്പുകളെ ഗൗരവത്തോടെ കാണാൻ കഴിയാതെ പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മോട് ഏലിയാവിൻ്റെ ഓർമ്മപ്പെടുത്തൽ, പോയി മടങ്ങി വരിക. കം ആൻഡ് റിട്ടേൺ. 1 തീമോഥെയോസ് 6:11 പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഏലിശ പിന്തുടർന്നത് ആ ശുശ്രൂഷയുടെ പാതയാണ്. ആ പാതയിലൂടെ നമുക്കും സഞ്ചരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.